ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പിയും കൊണ്ടാണ് വന്നേക്കുന്നത്. അധികം ആർക്കും അറിയാത്ത, അധികം ആരും ട്രൈ ചെയ്യാത്ത നല്ല അടിപൊളി റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. വെറും 5 മിനിറ്റ് കൊണ്ട് ഈ റെസിപ്പി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതേസമയം നല്ല പരമ്പരാഗതമായിട്ടുള്ള ഡിഷാണ്. അതും കൂടാതെ നല്ലൊരു അടിപൊളി മരുന്ന് ദിവസം കഴിച്ചതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതായത് നമ്മുടെ വീഡിയോ ഒന്ന് കാണുന്ന മുമ്പ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൻ ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്തായാലും ലൈക്ക് ചെയ്യുക, വ്യൂസ് മാത്രമേ ഉള്ളൂ, ലൈക്ക് ഇല്ല. എന്തായാലും ലൈക്ക് ചെയ്യുക. ഐ ആം രമേഷ്, വെൽക്കം ടു നമുക്കിതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് കാണാം. ചുക്ക്, ഏലക്ക, കുരുമുളക് പൊടിയാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. പ്രധാനമായിട്ട് വേണ്ടത് തേനാണ്. ചെറുതേനോ വൻതേനോ ഇഷ്ടമുള്ള തേനെടുക്കാം. ഏലക്ക ഏറ്റവും കുറച്ചെടുക്കുക. ചുക്ക് ആവശ്യത്തിന് എടുത്തുകൊള്ളുക. ചുക്ക് കൂടിപ്പോയാലും കുഴപ്പമില്ല കേട്ടോ. ഇത് പുളിവെള്ളമാണ്. വാളംപുളി ചേർത്ത് നന്നായിട്ട് കരയിച്ച വെള്ളം. പിന്നെ 1 ഗ്ലാസ് ശർക്കര. 4 പേർക്കാണെങ്കിൽ 2 ഗ്ലാസ് ശർക്കര, അതാണ് കണക്ക്. പിന്നെ നാരങ്ങയും നമ്മൾ മെയിനായിട്ട് എടുത്തേക്കുവാണ്. 1 ഗ്ലാസ് ശർക്കര, അതെ, ഇതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസിൻ്റെ അളവിൽ 2 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2 ഗ്ലാസ് വെള്ളം കറക്റ്റാണ്. ഈ 1 ഗ്ലാസ്സിൽ ശർക്കര എടുത്തെങ്കിൽ ഈ ഇതേ ഗ്ലാസ് തന്നെ 2 ഗ്ലാസ് വെള്ളമാണ് കറക്റ്റ് അളവ്. ഇപ്പോൾ ഒരാൾക്കുള്ള 1 or 2 ആൾക്കാർക്കുള്ള പാനീയമാണ് നമ്മളിപ്പോൾ സാമ്പിളായിട്ട് തയ്യാറാക്കുന്നത്. ഇങ്ങനെ ഇതിൽ തന്നെ അലിയിക്കണം. അതേ രീതി ശർക്കര അല്ലെങ്കിൽ കരിപ്പെട്ടിയാണ് ശരിക്കും വേണ്ടത്. കരിപ്പെട്ടി ഇല്ലാത്ത പക്ഷം ശർക്കര ആണെങ്കിലും കുഴപ്പമില്ല. ശർക്കരയാണ് ശരിക്കും ടേസ്റ്റ് കൂടുതൽ. കുറച്ചുകൂടെ ഉതിരട്ടെ, അതുവരെ നമുക്ക് വേറെ പണി നോക്കാം. ശേഷം ഇതുപോലെ ചെറിയൊരു ഉരുള എല്ലാവരുടെ വീട്ടിലുണ്ടാകും. അതിലേക്ക് നമ്മൾ ചുക്കും കുറച്ച് 2 ഏലക്ക മാത്രം നമ്മൾ ചേർക്കുവാണ്. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ 1 ഏലക്കയും കൂടെ ചേർക്കാം, നിങ്ങളുടെ താല്പര്യമാണ്. പറ്റുന്നത്ര നന്നായിട്ട് തന്നെ ചുക്ക് ഇടിച്ചു പൊടിക്കണം. അതിനും മടിയാണെങ്കിൽ മിക്സിക്കകത്തിട്ട് അരയ്ക്കുക, വെള്ളമൊന്നും ചേർക്കാണ്ട്. അതുകൊണ്ട് പറ്റിച്ചു ഗ്ലാസ് നമ്മൾ ഒറ്റ വൃത്തി കാരണം നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ഇടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം അവളെ കളിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ കുക്കിംഗ് ഒന്നും ചേഞ്ച് തരുന്നില്ല. പിന്നെ എൻ്റെ സ്വന്തം ഐഡിയയിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇത്. സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നുണ്ട്, അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതാണ് നമ്മൾ വീഡിയോയിൽ തന്നെ ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കഷ്ടപ്പാടാണ്, പക്ഷേ എളുപ്പമാണ്, നല്ലതുമാണ്. ഉഷ്ണത്തിനും ശരീരോഷ്ണത്തിനും ദഹനത്തിനൊക്കെ നല്ല ഒരു ഐറ്റമാണ് ഈ ഒരു സാധനം. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ചുക്ക് നന്നായിട്ട് പൊടിയായിട്ട് വന്നിട്ടുണ്ട്. ചുക്കും ഏലക്കയും നല്ല രീതിയിൽ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് പാകം കേട്ടോ. നമ്മൾ ഈ വീഡിയോക്കകത്ത് വലിയ ശർക്കരയും കൂടെയാണ് ചേർത്തത്. മാക്സിമം പൊടിച്ച് ചേർക്കുക, ഇല്ലെങ്കിൽ രണ്ടാമത് ഇതുപോലെ എടുത്ത് പൊടിക്കുക. അങ്ങനെയെങ്കിൽ കറക്റ്റ് ശർക്കര നന്നായിട്ട് പൊടിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതുപോലെ ആവും. ചെറിയൊരു അബദ്ധം പറ്റിയതാണ്. ശർക്കര നന്നായിട്ട് മയത്ത് പൊടിപ്പിക്കുക. ഇപ്പോൾ വലിയ ശർക്കര ഇതുപോലെ വെള്ളത്തിൽ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഇതെടുത്ത് മാറ്റാം, പക്ഷേ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. കറക്റ്റ് അളവിലാണ് നമ്മൾ ചെയ്യുന്നത്. 1 ഗ്ലാസ് ശർക്കര, 2 ഗ്ലാസ് വെള്ളം. പക്ഷേ ഇത് അലിഞ്ഞ് ചേരട്ടെ, സമയം പിടിക്കും. അതുവരെ നമുക്കത് ഇടിച്ച് പൗഡറാക്കാം. ശർക്കര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇനിയും പോരാ എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ചേർക്കാം, നിങ്ങളുടെ താല്പര്യമാണ്. പിന്നെ അതും കൂടാതെ നമ്മുടെ പാലകം കഴിക്കുന്നത് വേനൽക്കാലത്തും അല്ലാതെയും ഈ പുറത്തൊക്കെ പോയിട്ട് ഈ വെയിലൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മുടെ ഭയങ്കര ക്ഷീണമായിരിക്കും. ഉച്ചക്കൊക്കെ വെയിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും എൻ്റെ പൊന്നോഹു. അപ്പോൾ നമുക്ക് വേണ്ട ഇലക്ട്രോലൈറ്റും അസംസ്കൃത കാർബോഹൈഡ്രേറ്റുകളും ഈ ഒരു
പാനകത്തിലുണ്ട് കേട്ടോ. അതായത് ഇതിനകത്ത് 100% കൊഴുപ്പ് ഒട്ടും തന്നെ ഇല്ലാത്ത കാർബോഹൈഡ്രേറ്റ് ആണുള്ളത്. അതും കൂടാതെ കുടലിന് വൃത്തിയാക്കാനും ദാഹശമനത്തിനും ദഹനത്തിന് ഒക്കെ നല്ലതാണ് ഈ പാനകം. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ചുക്കും ഏലക്കപ്പൊടിയും ചേർക്കുവാണ്. അളവിൽ നമ്മൾ ചെയ്യണത്. അതുകൊണ്ട് ഉരലുള്ള എല്ലാ ഏലക്കയും ചുക്കും കയ്യോടെ പൊടിയാണെങ്കിലും എടുത്ത് ഇതിലേക്ക് നിക്ഷേപിക്കുക. നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കുക. ഈ ചുക്കിൻ്റെയും ഏലക്കയുടെയും ഫ്ലേവർ നന്നായിട്ട് തന്നെ കിട്ടണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നേരത്തെ കലക്കി വെച്ച വാളൻപുളിയുടെ വെള്ളം ഇതിലേക്ക് ചേർക്കുവാണ്. ശേഷം 2 നുള്ള് പച്ചക്കർപ്പൂരം ഇതിലേക്ക് പൊടിച്ച് ചേർക്കുവാണ്. പച്ചക്കർപ്പൂരം നന്നായിട്ട് ആവശ്യത്തിന് ചേർത്തോ. ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ്. അമ്പലത്തിൻ്റെ പ്രസാദത്തിൻ്റെ ടേസ്റ്റ് ഇട്ടാണ് നമ്മൾ പച്ചക്കർപ്പൂരം ചേർക്കുന്നത്. അധികം ആരും ഇത് ചേർക്കത്തില്ല. താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. പിന്നെ ചേർക്കുന്നുണ്ട്. വയറ്റുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് നന്നായിട്ട് യോജിപ്പിക്കുക. നന്നായിട്ട് കലക്കി എടുക്കുക. പിന്നെ മെയിനായിട്ട് വേണ്ടത് അരമുറി നാരങ്ങ ഇതുപോലെ പിഴിഞ്ഞ് ചേർക്കുക. ദാഹശമനത്തിന് ബെസ്റ്റ് സാധനമാണ് ഈ നാരങ്ങ എന്തെങ്കിലും അരമുറി പിഴിഞ്ഞ് ചേർക്കുക. ഇതൊക്കെ ഞാൻ കയ്യിൽ നിന്ന് എടുത്ത് ചെയ്യുന്നതല്ല. ഇതെല്ലാം തന്നെ പാനകം ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയിലുള്ളതാണ്. കറക്റ്റ് ഈ ഒരു ലെവല് ഫോളോ ചെയ്യുവാണെങ്കിൽ കറക്റ്റ് ആ ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇതിനോടൊപ്പം തന്നെ കൈവിടാതെ ഇളക്കി യോജിപ്പിക്കണം. കാരണം അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് എല്ലായിടത്തും പിടിക്കുള്ളൂ കേട്ടോ. ഇപ്പോൾ കറക്റ്റ് ഭാഗമാണ്. നന്നായിട്ട് ഇളക്കുക. ശേഷം ശർക്കര കൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോരായെങ്കിൽ ഇനിയും ഒരു 1/2 ഗ്ലാസ് ശർക്കര ചേർക്കാം. നിങ്ങളുടെ താല്പര്യമാണ്. സപ്പോസ് ശർക്കര കൂടുതലാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം ചേർക്കാം. നിങ്ങൾ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ചേർക്കാം. ഓക്കെ, നമ്മളിതിലേക്ക് വെറും 4 തുള്ളി കറക്റ്റ് അളവിൽ 4 തുള്ളി തേന് ഇതിലേക്ക് ചേർക്കുവാണ്. സപ്പോസ് ഇത് 4 പേരാണെങ്കിൽ 8 തുള്ളി തേനാണ്. അങ്ങനെയാണ് കണക്ക്. ഓക്കെ, തേൻ ഒഴിച്ച ഉടനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കുറവ് വ്യത്യാസം എല്ലാം ഉണ്ടെങ്കിൽ ഇപ്പോൾ ആഡ് ചെയ്യാം. ചുക്കിൻ്റെ കാര്യമാണ്. ചുക്ക് വേണമെങ്കിൽ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് ഇപ്പോൾ വേണമെങ്കിൽ ഒന്നുകൂടെ ആഡ് ചെയ്യാം. നിങ്ങളുടെ താല്പര്യമാണ്. ഈ ഒരു റെസിപ്പിയിൽ ചുക്കിൻ്റെ ടേസ്റ്റാണ് മെയിനായിട്ട് വേണ്ടത്. കട്ടിക്ക് ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ച് വേണമെങ്കിൽ ചുക്ക് ആവശ്യത്തിന് ചേർക്കാം. സപ്പോസ് പിള്ളേർക്കൊന്നും ചുക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്യാം. നമ്മൾ കഴിക്കുന്നതുകൊണ്ട് കുറച്ചും കൂടെ ചുക്ക് ചേർക്കണമെന്നുള്ളത് കൊണ്ട് നമ്മളിതിലേക്ക് വീണ്ടും ചുക്ക് ചേർക്കുവാണ്. അപ്പോൾ ഏകദേശം എല്ലാം കൂടെ സെറ്റായിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ശർക്കരയും നന്നായിട്ട് അലിഞ്ഞു കാണും. വേണമെങ്കിൽ ഒരു ചായയൊക്കെ അരയ്ക്കുന്ന അരപ്പ് വെച്ച് ഇതെല്ലാം അരച്ച് കളയാം. സപ്പോസ് ഇത് കുട്ടികൾക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത് അരച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അരപ്പ് വെച്ച് അരച്ച് കൊടുക്കുന്നത്. പിന്നെ പ്രധാനമായിട്ട് പറയേണ്ട കാര്യം, നമ്മൾ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്തായിരുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കുക, താല്പര്യമില്ലെങ്കിൽ ചേർക്കേണ്ട. നിങ്ങൾ താല്പര്യമാണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ആ ഒരു പുളിയുടെ വേരും ആ ഒരു ചിക്കൻ്റെ പൊടിയും ആ ഏലക്കയുടെ തൊലിയും ഒക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളിൽ സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലൊക്കെ രാമനവമിക്കും നരസിംഹ ജയന്തിക്കൊക്കെ ഈ ഒരു പാനകം ഉണ്ടാക്കും കേട്ടോ. എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള പാനകം റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഹെവിയായിട്ട് പച്ചക്കർപ്പൂരം ഉണ്ടല്ലോ, പച്ചക്കർപ്പൂരത്തിൻ്റെ മണം, നാരങ്ങ മണം, നല്ല മണം, ചുക്കിൻ്റെ മണം ഹെവിയായിട്ട്. നോക്കട്ടെ. നല്ല മധുരമുണ്ട്. തേൻ്റെ ടേസ്റ്റ് ഉണ്ട്. ചുക്കിൻ്റെ ഹെവി ടേസ്റ്റ് ഉണ്ട്. ഏലക്കയുടെ ഫ്ലേവറുണ്ട്. ഏലക്കയുടെ ഫ്ലേവറാണ് എടുത്ത് നിൽക്കണം. രക്ഷയില്ല, പൊളി സാധനം. ഏലക്കയാണ് ഹെവി. ഏലക്കയും ചുക്കും കറക്റ്റ് റേഷ്യോയാണ്. ശർക്കര ടേസ്റ്റ് ചെറുതായിട്ട് നിൽക്കുമ്പോൾ ഹെവി ആയിട്ട് നമ്മൾ ശർക്കരയാണ് ചേർത്തേക്കണേ. പക്ഷേ കുടിക്കുമ്പോൾ ടേസ്റ്റ് പച്ചക്കർപ്പൂരത്തിൻ്റെയും ചുക്കിൻ്റെ ടേസ്റ്റാണ് ഹെവി ആയിട്ട് നിൽക്കുന്നത്. പച്ചക്കർപ്പൂരം നമ്മൾ ചെറുതായിട്ട് ചേർത്തുള്ളൂ. അത് ഫ്ലേവറിന് വേണ്ടി ചേർത്താണ്. ഹെവിയാണ്. സൂപ്പർ. അവൾ മുങ്ങി ഗൈസ്, അവൾ മുങ്ങി. ഇതുണ്ടാക്കിയപ്പോൾ തന്നെ അവൾ മുങ്ങി. അത് പക്ഷേ കാര്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നല്ല തേനിൻ്റെ ഹെവി ടേസ്റ്റാണ്. അതിൻ്റെ നല്ല തേനിൻ്റെ മണമാണ്. പിന്നെ ഇത് ആൽക്കഹോൾ കണ്ടൻ്റ് അല്ല, 100% ഉറപ്പാണ്. ആൽക്കഹോൾ കണ്ടൻ്റ് അല്ല. ഇത് അമ്പലങ്ങളിലൊക്കെ കൊടുക്കുന്ന സാധനമാണ്. അതുകൊണ്ട് ഇതിൽ ആൽക്കഹോൾ ചേർക്കില്ല.
ആ ടേസ്റ്റ് ഉണ്ട്. ഉറപ്പായിട്ട് വീട്ടിൽ ട്രൈ ചെയ്യാം. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഭയങ്കര ടേസ്റ്റ്. നമ്മൾ ഒരു ലൂസായിട്ട് ഉണ്ടാക്കിയാണ്, കട്ടിയായിട്ട് അമ്പലങ്ങളിലൊക്കെ കുറച്ചും കൂടെ കട്ടിയാക്കിയാൽ തരണം. അതായത് ഒത്തിരി ഇത് കൂടുതലും ചുക്ക് ചേർക്കും, നമ്മൾ അധികം ചേർത്തിട്ടില്ല. പിന്നെ ശർക്കര കുറച്ചധികം ചേർക്കും അമ്പലങ്ങളിലൊക്കെ ആണെങ്കിൽ. നമ്മളത് മീഡിയം ലെവലായിട്ടാണ് ചേർത്തേക്കണം. എന്തായാലും ട്രൈ ചെയ്യുക. ഓക്കെ. സത്യം പറയട്ടെ, ഇത് ആൾക്കാർ ഉണ്ടാക്കുന്ന കുഴപ്പമില്ലെന്നോ? ഞാൻ കുടിച്ചിട്ട് കുഴപ്പമില്ല. നീ ഉണ്ടാക്കിയത് തന്നെ കുടിച്ചാൽ അതിനെ കുഴപ്പം വരുന്നു. സുന്ദറിന് വേണമെന്ന് ചോദിക്കാൻ നിനക്ക് തന്നെ അറിയാം അത് ബോധം. ചുക്കോടി ഇത്തിരി കൂടി ചേർക്കാം. ശരിക്കും പറയാം, ഇത് തേനിൻ്റെ ടേസ്റ്റ് ഉണ്ടോന്ന് വെച്ചാൽ. തേൻ ഒഴിച്ചു. പച്ചക്കറിയുടെ ടേസ്റ്റ് ഉണ്ട്, മണമില്ല ടേസ്റ്റ് ഉണ്ട്. അത് നുള്ളേ ചേർത്തുള്ളൂ ഞാൻ. പിന്നെ മധുരമുണ്ട്, അത് ശർക്കരയുണ്ട്, തേനുണ്ട്. നെക്സ്റ്റ് പുളി ഞാൻ ചേർത്തായിരുന്നു. പുളി അവിടെ ഉണ്ടായിരുന്നു, വാളംപുളി അന്ന് ഞാൻ മേടിച്ചോളൊന്നും ഉണ്ടായിരുന്നു. നാരങ്ങ ചേർത്തു. പിന്നെ ചുക്കുപൊടി ഷെവിയായിട്ട് ചേർത്തിട്ടുണ്ട്. രണ്ടാമത് പൊടി ചേർത്തു. പക്ഷെ നമ്മൾ കുറച്ച് എരിവ് പിള്ളേർക്ക് കൊടുക്കുന്ന പോലെ മധുരമായിട്ട് നമ്മൾ ഉണ്ടാക്കി. പിന്നെ അരച്ച് മാറ്റണത് ഇതൊക്കെ ഉണ്ടോ, അരച്ച് മാറ്റണം. പക്ഷെ നമുക്കത് വീഡിയോ എടുക്കുന്നതുകൊണ്ട് സമയമില്ല. ശരിയാ, ചുക്ക് കുറച്ചും കൂടി ചേർക്കണം തോന്നും. നെക്സ്റ്റ് എന്താ കുറവുള്ള പുളി കൂടുതല. നേരത്തെ കുറവ് തോന്നിയപ്പോൾ കൂടുതൽ. അത് ടേസ്റ്റ് ഉണ്ട്, മധുരം ഹെവി ആയിട്ട്. അത് മതി. പുളി ആവശ്യത്തിനുണ്ട്. എല്ലാം കൊണ്ട് സൂപ്പർ. പാനകം ശരിക്കും അമ്പലത്തിലെ പാനകം ഇതുപോലെ ഉണ്ട്. പക്ഷെ അവർ കട്ടിയായിട്ട് ചേർക്കും, നമ്മൾ കട്ടിയായിട്ട് ചേർക്കുന്നില്ല. അത്രേ ഉള്ളൂ വ്യത്യാസം. മനസ്സിലായോ? വളരെ സിമ്പിൾ റെസിപ്പിയാണ്, ട്രഡീഷണൽ ഡിഷാണ്. വേനൽക്കാലത്ത് ഏറ്റവും നല്ലതാണ്, മരുന്നാണ്. ഇതിലുപരി വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ്. പിള്ളേർക്ക് വരെ ഇഷ്ടപ്പെടും കേട്ടോ. ഇനി പിള്ളേർക്ക് വരെ ഉണ്ടാക്കി കൊടുക്കാം. എന്തായാലും ട്രൈ ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൻ ഓൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാണാം. ടാറ്റാ.